ഹായ് ഫ്രണ്ട്സ്, പെർഫ്യൂമും കൊളോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം വീഡിയോയുടെ ആദ്യ ഭാഗത്ത്. തുടർന്ന് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ. എന്താണ് പെർഫ്യൂമും കൊളോണും തമ്മിലുള്ള വ്യത്യാസം? പെർഫ്യൂം സ്ത്രീകൾക്കും കൊളോൺ പുരുഷന്മാർക്കും എന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. യഥാർത്ഥ വ്യത്യാസം ഇതിലടങ്ങിയിരിക്കുന്ന സുഗന്ധ തൈലങ്ങളുടെ സാന്ദ്രതയിലാണ്. പെർഫ്യൂമിൽ സുഗന്ധ തൈലങ്ങളുടെ അളവ് കൂടുതലാണ്, അതേസമയം കൊളോണിൽ കുറവും. ഇങ്ങനെ ആയിരിക്കുന്നതിനാൽ പെർഫ്യൂം കൂടുതൽ ശക്തവും ദീർഘസമയം നിലനിൽക്കുന്നതുമാകുന്നു. സാധാരണയായി പെർഫ്യൂമിൽ 20-30% സുഗന്ധ തൈലങ്ങളുടെ സാന്ദ്രതയുണ്ടാകും. അതിനാൽ മണം 6 മുതൽ 8 മണിക്കൂറോ അതിൽ കൂടുതലോ ചർമ്മത്തിൽ തങ്ങി നിൽക്കുന്നു. കൊളോണിൽ സാധാരണയായി 2 മുതൽ 5% സുഗന്ധ തൈലങ്ങൾ മാത്രമേ അടങ്ങിയിരിക്കുന്നുള്ളൂ. ആയതിനാൽ 2-3 മണിക്കൂർ മാത്രമേ ഇതിൻ്റെ മണം നീണ്ടു നിൽക്കുകയുള്ളൂ. നേരിയ മണം ആവശ്യമുള്ളപ്പോൾ പെർഫ്യൂം ഒഴിവാക്കി കൊളോൺ ഉപയോഗിക്കാം. ചുരുക്കത്തിൽ, പെർഫ്യൂം ഒഫീഷ്യലാണെങ്കിൽ കൊളോൺ കാഷ്വലാണ്. സന്ദർഭത്തിനും വ്യക്തിപരമായ മുൻഗണനയ്ക്കും അനുസരിച്ച് രണ്ടിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. COLOGNE എന്നാണ് കൊളോണിൻ്റെ സ്പെല്ലിംഗ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കൊളോൺ എന്നല്ല, കൊളോൺ എന്നാണ്. ഇനി നമുക്ക് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. കോവർ കഴുത, മ്യൂൾ. കൂജനം അല്ലെങ്കിൽ കിളിക്കുഞ്ഞിനെ പോലെ ചിലയ്ക്കുക, ചേർപ്പ്, ചീപ്പ് ആൻഡ് പീപ്പ്. കുരുകിൽ പക്ഷി, ഡണക്ക്. കുതിര, ഹോഴ്സ്. ഹോഴ്സ് എന്നാണ് പറയുന്നത്, ഹോഴ്സ് എന്നല്ല. വിത്തുകുതിര, സ്റ്റാലിയൻ, സ്റ്റോൺ ഹോഴ്സ്, സ്റ്റഡ് ഹോഴ്സ്. പടക്കുതിര, സ്റ്റീഡ്, വാർ ഹോഴ്സ്. പെൺകുതിര, സ്റ്റഡ് മെയർ അല്ലെങ്കിൽ മെയർ, MARE. ചുമട്ടുകുതിര, സംറ്റർ അല്ലെങ്കിൽ പാക്ക് ഹോഴ്സ്. കുതിര ലാടം, ലൂണറ്റ്. കുതിരാലയം, സ്റ്റേബിൾ, ഹോഴ്സ് ഷെഡ് അല്ലെങ്കിൽ സ്റ്റോർ, STALL. ചക്രവാകപ്പക്ഷി, റെഡി ഷെൽ ഡക്ക് അല്ലെങ്കിൽ ബ്രാഹ്മിണി ഡക്ക്. ചെള്ള്, വീവിൾ അല്ലെങ്കിൽ ഫ്ലീസ്. രണ്ടും രണ്ടിനങ്ങളാണ്. വീവിൾ എന്ന് പറയുന്ന ചെള്ള് സാധാരണ ധാന്യങ്ങളിലും മറ്റും കണ്ടുവരുന്നത്. ഫ്ലീസ് എന്ന് പറഞ്ഞാൽ രക്തം കുടിച്ച് മൃഗങ്ങളിൽ പാരസൈറ്റായിട്ട് ജീവിക്കുന്നു. ചുണ്ടലി, മൗസ്. അതിൻ്റെ ബഹുവചന രൂപം മൈസ്, MICE. ചുണ്ടലി കുഞ്ഞ്, മൗസ് കിൻ അല്ലെങ്കിൽ മൗസി, MOUSIE. ചുണ്ടലികളുടെ കോളനി, മൗസറി. ചെന്നായ അല്ലെങ്കിൽ കുറുനരി, വോൾഫ് അല്ലെങ്കിൽ ചാൻകോ അല്ലെങ്കിൽ ജാക്കോൾ. ജക്കോൾ അല്ല, ജാക്കോൾ. ചെല്ലി, റൈനോസറസ് ബീറ്റിൽ. റൈനോസറസ് ബീറ്റിൽ. ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ. ഗ്രേറ്റർ കൂക്കൽ അല്ലെങ്കിൽ ക്രോ ഫെസൻറ്റ്. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.